ഹലോ, ഞാനിപ്പോ പുതുതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. ക്ലാപ്പ് ബോർഡ് റിവ്യൂ മീഡിയ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പുതിയ പേര്. അപ്പോൾ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പുതിയ പുതിയ പടങ്ങളും കാര്യങ്ങളായിട്ട് റിവ്യൂ ആയിട്ട് മുന്നോട്ട് പോകാനാണ്. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് തുടരും എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ്. അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. പക്ഷേ ഇപ്പോൾ പടം ഞാൻ ഇന്നലെയാണ് കണ്ടത്. കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെങ്കിൽ ഇന്നലെയാണെങ്കിലും ഞാൻ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് സന്തോഷത്തോടെയാണ് ഉള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് മോഹൻലാലിന്റെ കുറച്ച് മുമ്പെല്ലാം ഇറങ്ങിയ പടങ്ങളെല്ലാം ഫുൾ എല്ലാവരും മോഹൻലാലിനെ നെഗറ്റീവായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം തുടർന്ന് പറഞ്ഞ ഒരു മൂവിയോട് കൂടിയിട്ട് മോഹൻലാല് 100% തിരിച്ചു വന്നിരിക്കുകയാണ് പഴയ ലാലേട്ടനായിട്ട്. അതിന്റെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നലെ പടം കണ്ടത്. നല്ല തൃപ്തിയോട് കൂടിയിട്ട് ഇറങ്ങിയാണ്. അത്രക്കും ഇഷ്ടത്തോട് കൂടിയിട്ട് കമ്പനി നമ്മളെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് നല്ല പടമാണെന്ന രീതിയിൽ പറഞ്ഞ് ഞാൻ വേറെ കുറച്ച് കാര്യത്തിനായിട്ട് കുറച്ച് സ്ഥലം വരെ പോകേണ്ട വന്നു. അപ്പൊ എനിക്ക് പടം കാണാൻ സമയം കിട്ടിയില്ല. പക്ഷെ ഇന്നലെയാണ് കണ്ടത്. പക്ഷെ കണ്ടുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തത് ജോർജ് സാർ ഒരു രക്ഷയില്ല. ഞാന് ജോർജ് സാറ് ഫസ്റ്റ് ടൈമാണ് ഒരു മൂവിയിൽ വരുന്നത്. ആ ഈ ഒരു അഭിനയം കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഏതാ അഭിനയം! വില്ലൻ എന്ന് പറഞ്ഞാല് ലാലേട്ടനോട് തോളോട് തോളോട് നിൽക്കണമെങ്കിൽ അത് വേറെ ലെവൽ തന്നെ. ജോർജ് സാർ എന്ന് വെച്ചാൽ ജോർജ് സാറിന് കൊടുത്ത ഈ ഒരു റോള് എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാല് നമ്മളെ മുന്നിൽ ആ സമയത്ത് നമ്മളെ മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെള്ള അടിച്ച് പൊളിക്കാൻ തോന്നും. കാരണം അത്രക്കും സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു റോളാണ് അയാള് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഫസ്റ്റ് അയാൾ ഒരു ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതാണ്. പിന്നെ ബിനു പപ്പുവിന്റെ എല്ലാം റോള് നല്ല പെർഫെക്ഷൻ ആയിട്ട് ഒരു എന്താ പറയണ്ടേ നല്ല വൃത്തി ചെയ്തു വെച്ച്. പിന്നെ അതുപോലെ തന്നെ ശോഭനക്ക് കൊടുത്തത്, പിന്നെ മോഹൻലാലിന്റെ മകന്, പിന്നെ മോള്, അവർക്കെല്ലാം കൊടുത്ത റോളുകൾ നല്ല രീതിയിൽ ചെയ്തത്. പിന്നെന്ന് വെച്ചാല് ടൈറ്റില് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ സംഭവമാണ്. ടൈറ്റിൽ തുടരും എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ എന്താ പറയേണ്ടത് ഒന്നുമില്ല, നോർമലായിട്ട് എഴുതി കാണിച്ചങ്ങ് പോയി. പിന്നെ ഇന്റർവെല്ലിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് ബ്ലഡ് ബ്ലഡ് അതിന്റെ മുകളിൽ ആയിട്ടാണ് പിന്നെ ഇന്റർവെല്ലിന് ശേഷം കാണുന്നത്. പിന്നെ അവസാനം ആ സിനിമ കഴിയുന്ന സമയത്ത് അത് മൊത്തം ബ്ലഡില് കുളിച്ചിട്ടുള്ള സാധനം പിന്നെ എന്താകുന്നുണ്ട് ഫുള്ള് തുന്നിക്കെട്ട രീതിയിലാണ്. അപ്പോ ഈ ഒരു സംവിധായകന്റെ ഒരു എന്താ പറയണ്ടേ നല്ല പെർഫെക്ഷൻ ആയിട്ട് ഒരു നെയിമിൽ പോലും അയാളൊരു കയ്യൊപ്പില് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അത്രക്കും പെർഫെക്ഷൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സൈഡുകളും അത് നല്ല വൃത്തിയിൽ അയാൾ ചെയ്തു വെച്ചിട്ട് ഒരു ടെൻഷനിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ധൈര്യത്തോടു കൂടി ടിക്കറ്റ് എടുക്കാൻ പറ്റും. ആ പഴയ ലാലേട്ടൻ ആ സ്ഫടികത്തിലെല്ലാം പോലെ ആ ലാലേട്ടന്റെ ഒരു ഒരു ചാട്ടമുണ്ട്. എന്റെ പൊന്നോ രോമ ഇങ്ങനെ എണീച്ചു നിൽക്കും. നമ്മളെ പണ്ടത്തെ സ്ഫടികത്തിലെല്ലാം കാണുന്ന ലാലേട്ടല്ലേ അതന്നെ എന്താ എനർജി. ശരിയായ എന്താ പറയുക നല്ല കിടിലം പോലെ കൊടുത്ത റോള് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുകയും ചെയ്തത്. എനക്ക് ഞാൻ ഇതിൽ പറയുന്നത് വെച്ചാൽ 10ല് 10 മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത്രക്കും ഇഷ്ടപ്പെട്ടത്, അത്രക്കും ഹാപ്പിയാണ്. എനിക്കിനി ഇനിയിപ്പം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ പോകും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഒരു പടം നമ്മൾ തൃപ്തിയോട് 100% തൃപ്തിയോട് കൂടിയിട്ട് കണ്ടിറങ്ങുക എന്ന് പറഞ്ഞാല് അത് നമ്മൾ കൊടുത്ത പൈസേന്റെ വെർത്താണ്. നമ്മൾ എത്ര പൈസ കൊടുത്തോ അതിന് 100% വെർത്തായിട്ട് നമുക്ക് ധൈര്യത്തോട് കൂടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു പടമാണ് ലാലേട്ടന്റെ പുതിയ തുടരും. ഇത് തന്നെ ഇനിയും തുടരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് ഞാനിപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. ഫസ്റ്റ് തന്നെ ഈ ലാലേട്ടന്റെ 100% സക്സസ് ആയിട്ടുള്ള ഈ പടം 200 കോടി ഇന്നിപ്പം ക്ലബിലേക്ക് വന്നിട്ടുള്ളത് വേറെ ലെവലാണ്. ഓരോരോ കാര്യങ്ങൾ തകർത്ത് തകർത്ത് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഈ സിനിമ തന്നെ എനിക്ക് യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പടം പോയി കണ്ടവരുണ്ടാവും, ഇനി കാണാനുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ പടം പോയി കണ്ടവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അവർ കണ്ടിട്ടും ഇപ്പം കണ്ടവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പുതിയ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ
ഇനി അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആണ് എൻ്റെ അടുത്ത വീഡിയോന്റെ ഇന്ധനം. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്.